നമസ്തേ. ഞാനിന്ന് ഷുഗർ റിവേഴ്സ് യോഗ ക്ലാസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മൂവാറ്റുപുഴ സുഖജീവൻ പ്രകൃതി കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ യോഗ ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഷുഗർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നറിയാം, ജീവിതശൈലി രോഗമാണെന്നറിയാം. ഇതിൻ്റെ കാരണം തെറ്റായ ആഹാരക്രമവും വ്യായാമത്തിൻ്റെ കുറവുമാണെന്നും അറിയാം. അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളെ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഷുഗർ എന്ന രോഗത്തെ ഇല്ലാതെയാക്കാനോ കുറയ്ക്കാനോ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ അതിന് പകരം മരുന്നുകളെയാണ് ആശ്രയിക്കുന്നത്. മരുന്നുകൾ കഴിച്ചാൽ നമുക്ക് ഷുഗർ കുറയാൻ പോകുന്നില്ല, ഷുഗർ ഇല്ലാതെയാകാൻ പോകുന്നില്ല. കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നത് സത്യമാണ്. അപ്പോൾ നമുക്ക് ഷുഗർ കുറയ്ക്കുകയോ ഷുഗർ ഇല്ലാതെയാക്കുകയോ ചെയ്യണമെങ്കിൽ ഷുഗറിൻ്റെ കാരണത്തെ ഇല്ലാതെയാക്കണം. അപ്പോൾ കാരണങ്ങളിൽ ഒന്ന് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ആധിക്യവും, രണ്ട് വ്യായാമത്തിൻ്റെ കുറവുമാണ്. ഈ രണ്ടാമത്തെ പ്രശ്നത്തെയാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് നമുക്കിതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് നമുക്ക് ധാരാളം ആയാസകരമായ ജോലികളുണ്ടായിരുന്നു. ഓടുമായിരുന്നു, ചാടുമായിരുന്നു, നടക്കുമായിരുന്നു, മരം കയറുമായിരുന്നു, മല കയറുമായിരുന്നു, നീന്തുമായിരുന്നു. പിന്നെ പലതരം ജോലികൾ വീട്ടിൽ ചെയ്യുമായിരുന്നു. അന്ന് ഇതുപോലെ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, മിക്സി ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ഇത്തരം ആയാസകരമായ ജോലികളൊന്നുമില്ല, ആഹാരത്തിൽ കുറവുമില്ല, കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുകയും ചെയ്യുന്നു. ഇതാണ് രോഗത്തിൻ്റെ കാരണം. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ യോഗ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവും. ഈ രക്തസഞ്ചാരം കുറഞ്ഞാൽ എന്താ കുഴപ്പം? രക്തസഞ്ചാരം കുറഞ്ഞാൽ നമ്മളെ പാൻക്രിയാസിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ബ്ലഡിലേക്ക് കലരും. അത് ബ്ലഡിൽ നിന്ന് എല്ലാ സ്ഥലത്തേക്കും പാസ് ചെയ്ത് ഓരോ സെല്ലുകളിൽ എത്തിച്ചേർന്നാൽ മാത്രമാണ് ആ സെല്ലുകളിലെ ഉള്ളിൽ കയറിയിട്ട് മെറ്റോകോൺട്രിയ വെച്ച് ഊർജ്ജോൽപാദനം നടക്കുകയുള്ളൂ. ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയിലും ചോറിൽ നിന്നൊക്കെ ശരീരം അബ്സോർവ് ചെയ്യുന്ന ഗ്ലൂക്കോസും ശരീരത്തിന് എല്ലാ ഭാഗത്തും എത്തണം. അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാവും. ഗ്ലൂക്കോസ് ബ്ലഡിൽ കുമിഞ്ഞു കൂടും. അതുപോലെ ഇൻസുലിനും കുമിഞ്ഞു കൂടും, ഹൈപ്പർ ഇൻസുലിമിയ ഉണ്ടാവും. അപ്പം അങ്ങനെ ഗ്ലൂക്കോസ് കുമിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ സമയത്ത് അത് വൃക്കകൾ അരിച്ച് പുറത്ത് കളയും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് മൂത്രത്തിൽ നമുക്ക് പഞ്ചസാരയുടെ രോഗമാണ് അല്ലെങ്കിൽ ഷുഗർ ആണെന്ന് പറയണത്. അപ്പോൾ ഇത് കുറയണ എന്ത് വേണം? കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള ഇൻസുലിൻ്റെ പ്രവാഹം ശരീരത്തിൽ നടക്കണം. ഇത് നടന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഈ ഊർജ്ജോൽപാദനം നടക്കുകയുള്ളൂ. ബ്ലഡിൽ സ്വാഭാവികമായിട്ട് ഷുഗർ കുറയും. അതുകൊണ്ട് നമുക്ക് ഈ കൃത്യമായിട്ടുള്ള നിങ്ങളൊരു അരമണിക്കൂർ നേരം ദിവസം വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങളുടെ ഷുഗർ 200 ആണെങ്കിൽ 160 വരും. 20% ഷുഗർ കുറയാൻ നിങ്ങൾ വ്യായാമം ചെയ്താൽ മാത്രം മതി. അപ്പോൾ പറയും, സാറേ ഞാൻ നടക്കണ്ടെന്ന് പറയും. നടക്കലോ പൂർണ്ണ വ്യായാമം അല്ല. ഒന്നും ചെയ്യാത്തതിൽ ഭേദമാണെന്ന് പറയാൻ നടക്കൽ. കാരണം നടക്കുമ്പോൾ നമ്മുടെ കാലിന് മാത്രമേ വ്യായാമം കിട്ടുന്നുള്ളൂ. നമുക്ക് ബാക്കി ഒരുപാട് അവയവങ്ങളുണ്ട് ശരീരത്തിൽ. മറ്റ് അവയവങ്ങൾക്കൊന്നും, മസിൽസിനൊന്നും, ഇൻറ്റേർണൽ ജോയിൻസിന്, അതുപോലെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്, ഗ്രന്ഥികൾക്കൊന്നും വ്യായാമം കിട്ടുന്നില്ല. ഇപ്പം നടക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് എങ്ങനെ വ്യായാമം കിട്ടും? നമ്മുടെ മുഖത്തിന് എങ്ങനെ വ്യായാമം കിട്ടും? കയ്യിനെങ്ങനെ വ്യായാമം കിട്ടും? അപ്പോൾ ഇത്തരം എല്ലാ അവയവങ്ങൾക്കും വ്യായാമം കിട്ടിയാൽ മാത്രമേ ഈ അവയവങ്ങളിലുള്ള മസിൽസ് ഈ ഗ്ലൂക്കോസിന് ചെലവിക്കുകയുള്ളൂ. നമ്മൾ കഴിച്ച ആഹാരത്തിന് ശരീരം അബ്സോർവ് ചെയ്യുന്ന ഗ്ലൂക്കോസിൻ്റെ 75% സംഭരിക്കുന്നത് മസിലുകൾക്ക് ഇടയിലാണ്. മസിലുകൾക്കുള്ളിൽ സ്ഥാനമുണ്ടായാൽ മാത്രമേ ബ്ലഡിൽ നിന്ന് മസിലിലേക്ക് ഈ ഷുഗർ കയറുകയുള്ളൂ. അപ്പോൾ അതിനെന്ത് വേണം? അതിന് മസിലുകൾ എല്ലാം ചലിപ്പിക്കണം. ഈ ചലനം നടക്കുമുണ്ടാവണില്ല. നമ്മൾ ചെയ്യണത് അങ്ങനെയല്ല, ഇരുന്നും കിടന്നും നിന്നുമുള്ള വ്യായാമം ചെയ്യണത്. നിങ്ങളുടെ മുഴുവൻ മസിലുകളും, മുഴുവൻ ജോയിൻറ്റുകളും, മുഴുവൻ ഇൻറ്റേർണൽ ഓർഗൻസും പ്രവർത്തിക്കുന്ന തരത്തിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ കൺസെപ്ഷൻ, ഇതിൻ്റെ ഉപയോഗം കൂടും ഷുഗറിൻ്റെ. അപ്പോൾ ബ്ലഡിൽ ഷുഗർ കുറയും. ബ്ലഡിൽ നിന്ന് ഷുഗർ മസിൽ വലിച്ചെടുക്കുമ്പോൾ ബ്ലഡിൽ ഷുഗർ കുറയും. ഇതാണ് ഷുഗർ കുറയുന്നതിൻ്റെ അതിൻ്റെ സയൻസ്, അതാണ്. അപ്പോൾ നമ്മളിതിന് ചെയ്യണത് ഇതുപോലെ വ്യായാമം ചെയ്യുമ്പോൾ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ശരീരത്തിൻ്റെ ഈ മറ്റെല്ലാ അവയവങ്ങൾക്കും ഇപ്പോൾ ഉള്ള ഒരു പ്രധാന വിഷയം ന്യൂറോപ്പതിയാണ്. ന്യൂറോപ്പതി വന്നാൽ കാലിന് പെരുപ്പുണ്ടാവാം, കാലിന് മരപ്പുണ്ടാവാം, കാലിന് പുകച്ചിലുണ്ടാവാം, കറുത്ത പാടുകൾ വരാം, മുറിവ് വന്നാലും ഭേദമാകുവാൻ, ചെരുപ്പുരിപ്പിൽ അറിയാതെ വരാൻ, കാല് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം. കണ്ണിന് ചിലർക്ക് കാഴ്ചക്കുറവ് ഉണ്ടാവുന്നുണ്ട്, പൂർണ്ണമായിട്ട് അന്ധരായിത്തീരുന്ന ആളുകളുണ്ട്, ഫാറ്റി ലിവർ ഉണ്ടാവുന്നുണ്ട്, ലിവർ സോറോസ് ഉണ്ടാവുന്നുണ്ട്, ഹാർട്ടിന് പ്രശ്നം വന്ന് സ്റ്റഡ് ഇട്ട ആളുകളാണ് നിങ്ങൾ പല ആളുകളും. അതുപോലെ തന്നെ കിഡ്നി പ്രശ്നം, ഇന്ന് ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ 90% പ്രമേഹമുള്ള ആളുകളാണ്. പിന്നെ ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, അൾഷിമേഴ്സ്, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെ ഒരു 10-25 രോഗങ്ങളുണ്ട്. ഇതിന് ഷുഗർ റിലേറ്റഡ് ഡിസീസ് എന്ന് പറയും. ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതൊരു സൈലന്റ് കില്ലറാണ്, ഒരു നിശബ്ദ കൊലയാളി എന്ന് പറഞ്ഞാൽ. പതുക്കെ ഒരു ദിവസമോ 2 ദിവസം കൊണ്ടല്ലാണ്ടാണ്, പതുക്കെ നമുക്ക് ഓരോരോ രോഗങ്ങളെയും വന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ രോഗിയായിട്ട് തീരും. ഈ പാട് വെട്ടണമെങ്കിൽ പണം മുഴുവൻ കൊണ്ടുവന്നിട്ട് മരുന്ന് മേടിക്കാനും ഡോക്ടർക്ക് കൊടുക്കാനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ ഇത് വരാതിരിക്കണം എന്ത് വേണം? ഇത് വരാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള നമ്മളുടെ ശരീരത്തിന് ആയാസകരമായ കാര്യങ്ങൾ ചെയ്യണം. ഇതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ രോഗങ്ങൾ നമുക്കുണ്ടാവില്ല. മറ്റൊന്ന് വലിയൊരു വില്ലനാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ലൈംഗിക ശേഷിക്കുറവ്. പലരുടെയും കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ ഈ വില്ലന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് പരിഹാരം കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നൊരു രോഗി അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഇത്തരം രോഗം ഉണ്ടാവുമെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് അഥവാ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുമെന്ന് ഭയപ്പെടേണ്ട. അത് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇതിന് നമുക്ക് ഈ ഒരു മാർഗ്ഗത്തിൽ, ഈ 2 മാർഗ്ഗത്തിലൂടെ, ശരിയായ ആഹാരത്തിലൂടെയും ശരിയായ വ്യായാമത്തിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇതിന് വേണ്ടിയാണ് നമ്മൾ ക്യാമ്പ് നടത്തുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ക്യാമ്പിൽ വന്ന് നമ്മൾ കൃത്യമായിട്ട് ഈ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ അധ്വാനമുള്ള കാര്യമൊന്നുമല്ല. കാരണം ശരീരത്തിനെല്ലാം വ്യായാമം കിട്ടുന്ന തരത്തിൽ ഒരു 10ഓ 70ഓ 75 വയസ്സുള്ള ആൾക്ക് വരെ ചെയ്യാവുന്ന തരത്തിൽ ലഘുവായിട്ടുള്ള വ്യായാമങ്ങളാണ് നമ്മൾ ചെയ്യണത്. പിന്നെ കുറച്ച് പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. അപ്പോൾ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടും. അതുപോലെ ബ്രെയിനിലേക്കുള്ള സപ്ലൈ കൂടും. ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിടും. നിങ്ങൾക്ക് നാളെ സ്ട്രോക്ക് ഉണ്ടാകുമെന്നോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമെന്നോ നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകുമെന്നോ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ തരത്തിൽ സമഗ്രമായിട്ട് മനുഷ്യന് പ്രയോജനം കിട്ടുന്ന കാര്യം നമ്മൾ ചെയ്യണത്. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്കിപ്പോൾ ഷുഗർ വന്നിട്ടില്ല സാറേ എന്ന് പറഞ്ഞവരുണ്ട്. നല്ല കാര്യം. പക്ഷേ ഇന്ന് കേരളത്തിലുള്ള ആളുകളിൽ 5-1 പേര് പ്രമേഹമുള്ള ആളാണെന്ന് മനസ്സിലാക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗമുള്ള പ്രദേശം നമ്മുടെ കേരളമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നാളെ എനിക്ക് വരാതിരിക്കാൻ ഉള്ള ഒരു ഉറപ്പ് നമുക്ക് തരാം. നാളെ ചിലപ്പോൾ നിങ്ങളൊരു പ്രമേഹ രോഗിയായി മാറാം. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഡയബറ്റിക് കണ്ടീഷനിലായിരിക്കാം. നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യണം. ഇൻസുലിൻ ടെസ്റ്റ് ഹൈപ്പർ ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചിലപ്പോൾ 2-3 വർഷം നിങ്ങളൊരു ഷുഗർ രോഗിയായിട്ട് മാറാം. അതുപോലെ നിങ്ങളുടെ മാതാവിനോ പിതാവിനോ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കണം. ഒരു പാരമ്പര്യമായിട്ട് കൂടി വരുന്ന രോഗമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഷുഗർ വരാതിരിക്കാനും ഒരു മരുന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ പോകാനും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിൽ സാധിക്കും. ഇനി ഒരു ഷുഗർ വന്നു കഴിഞ്ഞാൽ തന്നെ അത് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത് വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് മാത്രമേ വരുന്നുള്ളൂ. ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു മാസം നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഇതിനുള്ളൊരു ചാൻസാണ് ഈ സുഖജീവൻ യോഗ ക്ലാസ്സിലൂടെ ആരംഭിക്കുന്നത്. മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ പറയാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓൺലൈൻ യോഗ മാത്രം പോരാ, നിങ്ങൾക്ക് ലൈവായിട്ട് വേണമെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. കേരളത്തിൻ്റെ പ്രധാന ടൗണുകളിലെല്ലാം എല്ലാ മാസവും ഒരു ദിവസത്തെ സഹവാസ ക്യാമ്പ് നടക്കുന്നുണ്ട്. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് വന്നിട്ട് ഒന്നിച്ച് ഗുരുമുഖത്ത് നേരിട്ട് യോഗയും പ്രാണായാമവും ഒക്കെ പഠിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും അതിന് സമാധാനം കേൾക്കാനുള്ള അവസരങ്ങളുണ്ടാവും. അതുപോലെ ഷുഗർ റിവേഴ്സ് ഫുഡ് കഴിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത്തരം ക്യാമ്പുകളും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായിട്ട് നമുക്ക് ഇതിനെ നേരിടാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ഷുഗർ റിവേഴ്സ് യോഗ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ഒരു ഉപകാരം കൂടി നിങ്ങൾ ചെയ്യണം. ഈ ഒരു അറിവ് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കണം. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് മറ്റുള്ള ആളിലേക്ക് എത്തിക്കണം. കാരണം ധാരാളം ആളുകൾ കേരളത്തിൽ ഷുഗർ ഒന്ന് വിഷമിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെ ഇതികർത്തവ്യം ഒരു 4 വഴിയിൽ നിൽക്കുന്ന അവസ്ഥയിലുണ്ട്. പലരും കിടന്നുറങ്ങില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ മരുന്നുകൊണ്ട് മാത്രം നമുക്ക് ഇതിനെ മരുന്ന് ഞാൻ എതിർക്കുകയല്ല ചെയ്യണത്, ആശുപത്രി പോകണമെന്നല്ല പറയണത്. മരുന്നുകൊണ്ട് മാത്രം നമുക്കിതിനെ തടയാൻ സാധിക്കില്ല. ഈ എക്സസൈസ് കൂടി ഉണ്ടെങ്കിൽ, ഈ ആഹാരക്രമം കൂടി ഉണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്കിതിനെ നേരിടാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഈ ഒരു അറിവ് പങ്കുവെക്കണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യണം. 9744444326 എന്ന നമ്പറിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഷുഗർ റിവേഴ്സ് യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാനും ഇത് വളരെ ഫലപ്രദമായിട്ട് പഠിക്കാനും സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.